പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊതുവരുമാനം, ബജറ്റ്, ചെലവ് എന്നീ മേഖലകളിൽ നിന്നും LDC, LGS എക്സാമുകളിലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ചിലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ബജറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചിലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ബജറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കമ്മി ബജറ്റ്. ചിലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ആ ബജറ്റ് അറിയപ്പെടുന്നത് കമ്മി ബജറ്റ് എന്നാണ്. അടുത്ത ചോദ്യം, GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതലാണ്? ഉത്തരം 2017 ജൂലൈ 1 മുതലാണ് GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, പരോക്ഷ നികുതിക്ക് ഒരു ഉദാഹരണമാണ് ഡാഷ്. പരോക്ഷ നികുതിക്ക് ഒരു ഉദാഹരണമാണ് ഡാഷ്. താഴെ കൊടുത്തവയിൽ നിന്ന് പരോക്ഷ നികുതി ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. ഉത്തരമായിട്ട് വരുന്നത് വിൽപ്പന നികുതിയാണ് പരോക്ഷ നികുതിയിൽ വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ചുമത്തുന്ന GST ഏതാണ്? സംസ്ഥാന സർക്കാർ ചുമത്തുന്ന GST ഏതാണ്? ഉത്തരം SGST. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന GST ആണ് SGST. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിലെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാനത്തിലെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഉത്തരം ഗവർണറാണ് അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ്? നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം സർചാർജ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ ചുമത്തുന്ന GST ഏതാണ്? കേന്ദ്ര സർക്കാർ ചുമത്തുന്ന GST താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം CGST. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2016 നവംബർ 8-നാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏതാണ്? ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ഏതാണ്? ഉത്തരം പാൻ കാർഡാണ്. അടുത്ത ചോദ്യം, പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാർ അവലംബിക്കുന്ന മാർഗം ഏതാണ്? പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാർ അവലംബിക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം പൊതുകടമാണ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? ഉത്തരം KM മാണിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നികുതിയേതര വരുമാനത്തിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ നികുതിയേതര വരുമാനത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം GST ആണ്. ഫീസ്, പലിശ, ഫൈൻ ആൻഡ് പെനാൽറ്റി എന്നിവ നികുതിയേതര വരുമാനത്തിൽ പെടുന്നവയാണ്. അടുത്ത ചോദ്യം, വരുമാനം ചിലവിനേക്കാൾ കൂടിയ ബജറ്റിനെ എന്ത് വിളിക്കുന്നു? വരുമാനം ചിലവിനേക്കാൾ കൂടിയ ബജറ്റിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം മിച്ച ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വരുമാനം ചെലവിനേക്കാൾ കൂടുമ്പോൾ ആ ബജറ്റ് മിച്ച ബജറ്റ് എന്ന് അറിയപ്പെടുന്നു. താഴെ പറയുന്നവയിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നികുതിയേതര വരുമാനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നികുതിയേതര വരുമാനം ഏതാണ്? ഉത്തരം പിഴയാണ്. അടുത്ത ചോദ്യം, ആദായ നികുതി പിരിക്കാനുള്ള അധികാരം ആർക്കാണ്? ആദായ നികുതി പിരിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിനാണ് ആദായ നികുതി പിരിക്കാനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ഉത്തരം രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടിയ GST നിരക്ക് എത്രയാണ്? ഏറ്റവും കൂടിയ GST നിരക്ക് എത്രയാണ്? ഉത്തരം 28%.
അടുത്ത ചോദ്യം, വരുമാനവും ചിലവും തുല്യമായ ബജറ്റിനെ പറയുന്ന പേരെന്ത്? വരുമാനവും ചിലവും തുല്യമായിട്ടുള്ള ബജറ്റിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം സന്തുലിത ബജറ്റ്. അടുത്ത ചോദ്യം, അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്ന GST ഏതാണ്? അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്ന GST ഏതാണ്? ഉത്തരം IGST ആണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്ന GST. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.